വെച്ചാല് ഞാനല്ല ബ്ലോഗർ, ഇന്ന് നമ്മുടെ ബ്ലോഗർ അനീറ്റ. അപ്പൊ ഇതാരാണ് ഈ പുതിയ കഥാപാത്രം എന്നായിരിക്കുമല്ലോ നിങ്ങൾ ആലോചിക്കുന്നത്. ഒരു പാട്ടിനെ സഹിച്ചാൽ പോരാ, ഇനിയും ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അവള് ഭയങ്കര കഥ പറച്ചിലും കാര്യം പറച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ എല്ലാം മ്യൂട്ടാക്കി കളഞ്ഞു. കാരണം പൊതുവേദിയിൽ കേൾപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇവള് മിണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. റോട്ടിൽ കൂടെ നടന്നിട്ടേ നാട്ടിൽ മൊത്തം നോയിക്കൊണ്ടിരിക്കായിരുന്നു. അത്രയ്ക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ഇമ്പാക്ട്. ഞങ്ങളുടെ അല്ല കേട്ടോ, അവളുടെ. ഞാനും മോശമല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയി. മണ്ണിൽ ചായ കുടിക്കാൻ പോയി. അറിയാലോ, സ്ഥിരം സ്പോട്ടാണ്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്താ രണ്ട് വാക്ക് പറയാനുള്ളത്? പൂക്കി ഓഫ് ദ ഗാങ്. അപ്പൊ അതാ കണ്ടല്ലോ അല്ലേ, ഇതാണ് രണ്ടാമത്തെ താരം സിദ്ധു, ഞങ്ങളുടെ സിദ്ധു. ഞങ്ങൾ മൂന്നാളും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ പോയി എക്സ്ട്രാ എടുക്കാൻ പറഞ്ഞത്? ഒന്നുമില്ല കേട്ടോ. എനിക്ക് വ്ളോഗിൽ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ക്ലിപ്പ് എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തിയിരുന്നു. പക്ഷെ ഒരു റൗണ്ടും കൂടി പോ സിദ്ധു എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോയതായിരുന്നു കേട്ടോ. എന്റെ ഫോൺ എവിടെയാ? സിദ്ധു ഒട്ടും കോപ്പറേറ്റീവ് അല്ല ഗൈസ്. തീരെ സപ്പോർട്ടീവേ അല്ല. ആര് പറഞ്ഞു ഈ സിദ്ധു? അയ്യോ ഇവന് ഫേക്ക് പേഴ്സൺ. ഇവനെ നന്ദ ഫോൺ എടുത്താലും അപ്പൊ വേറൊരു പേഴ്സൺ ആവും. കറക്റ്റ്. ശരിക്കും ഇവൻ ഇങ്ങനെ അല്ല. ഇവനൊരു മ്ലേച്ഛനോ അഴിഞ്ഞാട്ടക്കാരനോ ആണ്. ഇവന് പെണ്ണുപോലും കിട്ടുന്നില്ല. അത് പിന്നെ ഫ്രണ്ട്സ് മൂന്നുപേര് കൂടി അറിയാലോ ഗൈസ്. അതിൽ ഒരാൾ ഒറ്റപ്പെടും. ഇന്ന് ടാർഗറ്റഡ് ആയത് സിദ്ധു ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരിട്ട് അവനെ ഇട്ട് റോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. പാവമാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അത്ര പാവമൊന്നുമല്ല, നല്ല വിളഞ്ഞ വിത്താണ്. ഞങ്ങളിതാ പനമ്പള്ളി തന്നെയുള്ള ഇടാം മാർട്ട് കഫേലാട്ടോ വന്നിരിക്കുന്നത്. ഏത് സ്ഥലം നിങ്ങൾക്ക് അറിയാം, കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാവുമായിരിക്കും. ഇവറ്റ കാട്ടായം കൊണ്ട് ചിരിച്ചാണ്. നമ്മളുടെ സിംഗർ സിത്താര കൃഷ്ണകുമാർ ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ ആർട്ടാണ് കേട്ടോ, കഫയാണ് കേട്ടോ അത്. എന്താണ് എന്റെ വ്ളോഗിങ്ങിനെ പറ്റി പറയാനുള്ളത്? നല്ലൊരു തുടക്കമാണ്. നല്ലൊരു തുടങ്ങിയാലേ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും. പിന്നെ ഞാൻ സിദ്ധുവിനെ കാണാൻ വേണ്ടി പൊക്കിയത് നിന്നെ കാണില്ല, നിന്റെ നെറ്റ് വരെ കാണുന്നുള്ളൂ. നന്ദയ്ക്ക് റിസോർട്ടിന്റെ കൊളാബ് കിട്ടുമ്പോഴാണ്. അങ്ങനെയൊന്നുമില്ല, ഇത്തിരി പ്രശ്നമുണ്ട്. അത് കണ്ടോ, ഞങ്ങള് കഫേയിൽ കയറുന്നതിന് മുന്നേ ഞങ്ങൾ കണ്ട തൊട്ടേരും ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഭയങ്കര പ്ലേഫുൾ ആയിരുന്നു. ഇതിനകത്ത് ആ ബ്ലാക്ക് ഉണ്ടല്ലോ, ബ്രൗൺ നമ്മുടെ അടുത്തേക്ക് നന്നായി വരുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് എത്ര വിളിച്ചിട്ട് വരുന്നുണ്ട്, ഞാൻ ഓടിച്ചിട്ട് പിടിച്ചാണ് അതിനെ. പക്ഷെ പിടിച്ച് നമ്മൾ അതിനെ എടുത്ത് കൊതിച്ചതിനൊക്കെ ശേഷം അനധികൃതമായിട്ട് പലതും നടക്കുന്നു. ദൈവമേ, എന്റെ ചാനലിൽ റെസ്ട്രിക്ഷൻ വരും കർത്താവേ. എന്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഭയങ്കര എനിക്ക് പിന്നെ ഇവരെ കണ്ട പ്രാന്താണ് കേട്ടോ. എനിക്ക് മനുഷ്യന്മാരെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം, മനുഷ്യന്മാരെ കാട്ടിലല്ല, എനിക്ക് മനുഷ്യന്മാരെ തന്നെ ഇഷ്ടമല്ല. എനിക്ക് പട്ടികുട്ടികളാണ് ഭയങ്കര ഇഷ്ടം. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഇവരെ കൊഞ്ചിക്കുമായിരുന്നു. അവർ വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബ്ലോഗിൽ ബാക്കി സ്ഥലത്ത് കഥാതിരാളാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്ര ക്യൂട്ടായിരുന്നു അത്. ഞാൻ കൊഞ്ചിക്കാണ് അവരെ. ഞാൻ പോകുന്നു. ഇപ്പഴല്ലേ പോണേ, നാളെ രാവിലെ പോണു. ഞങ്ങൾ രണ്ട് ടൈമാണ് പോണത്. എങ്ങനെയുണ്ട് ട്വിസ്റ്റ്? എങ്ങനെയുണ്ട് നേരത്തെ പൊട്ടിച്ച് പട്ടിയോ ഞാനും പട്ടി. പാട്ടും കച്ചേരിയൊക്കെ ആയിട്ട് ഞങ്ങൾ കാറിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ സമയം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇങ്ങനത്തെ സമയങ്ങൾ നമ്മൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ലൈഫിൽ ഏറ്റവും വലിയൊരു അസറ്റ് ബന്ധങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ എനിക്കുള്ള ബന്ധങ്ങളും എന്നിൽ നിന്ന് പോയിട്ടുള്ള ബന്ധങ്ങളെ ഓർത്തും
അല്ലെങ്കിൽ എല്ലാം ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് എൻ്റെ ലൈഫിലെ ബന്ധങ്ങൾ, എൻ്റെ സൗഹൃദങ്ങൾ, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇതാ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ലേ, നമ്മളിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ആരെയാണ് ആദ്യം ഐ കോണ്ടാക്ട് വരുന്നത് അയാളോടായിരിക്കും മറ്റേ ഭയങ്കര സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ട്രെൻഡ് കളിക്കരുത്. അപ്പം ഇവൻ 2 വട്ടം എന്നെ തിരിഞ്ഞ് നോക്കി, ഒരു വട്ടം മാത്രം തിരിഞ്ഞ് നോക്കിയുള്ളൂ. അവരുടെ ട്രെൻഡ് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളതും പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവൻ്റെ ഊഴമാണ്. അയ്യോ, പക്ഷെ എന്താ പറയുക, ഇവന് ട്രെൻഡ് അറിയായിരുന്നു. അപ്പോൾ അവൻ ഞങ്ങൾ പറ്റിച്ചു. 2 പേരും തിരിഞ്ഞ് നോക്കിയപ്പോൾ അവൻ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അതാണ് അവൻ്റെ മോന്ത ക്രെഡിറ്റ് കിട്ടിയത്. ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയതായിരുന്നേ. പുറകിൽ പോലീസൊക്കെ ഉണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഞാൻ കട്ടൻ്റെ ആളാട്ടോ, എനിക്ക് പാല് തീരെ ഇഷ്ടമല്ല. നിങ്ങൾ എത്ര പേരുണ്ട് അങ്ങനെ എനിക്കറിയില്ല. എനിക്ക് പാല് തീരെ ഇഷ്ടമല്ല, ഞാൻ കട്ടൻ മാത്രമേ കുടിക്കുള്ളൂ. അപ്പം ഞാൻ കട്ടൻ, ബാക്കി എല്ലാവരും ചായ, ബൂസ്റ്റ്, അങ്ങനെ അവരവർക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ മാറി മാറി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ചായ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചായ ഒരു വികാരമാണ് അല്ലേ. ജീവിതമല്ലേ പഠിക്കോ കടങ്കഥകളാം പാടാം പഴമുഖങ്ങളാം തേടും പരസ്തീരം ദൂരെ ദൂരെ ഓരോ കടങ്കഥ. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ എന്റർടൈൻമെന്റ് എന്ന് വെച്ചാൽ. പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ പൈസ ചിലവാക്കി അത് വാങ്ങാൻ ഇത് വാങ്ങാനൊന്നും പോകുന്ന പരിപാടിയൊന്നും അല്ല. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞും പാട്ടും പാടിയൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഇതന്നെയാണ് ലൈക്ക് നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലൈക്ക് ഉറക്കമൊക്കെ കളഞ്ഞ് പിറ്റേ ദിവസം ജോലിക്ക് പോകേണ്ടതായിട്ട് എല്ലാവരും, എന്നാലും ഉറക്കമൊക്കെ കളഞ്ഞ് വന്നിരുന്ന് ഇങ്ങനെ ഇതൊക്കെ തന്നെ. ഇപ്പൊ സമയം രാവിലെ 5:45. കാണിച്ചെടുക്ക. 5:45. നമ്മൾ എത്ര മണിക്ക് കയറി ഉണ്ടാവും? 3 മണിക്ക് കയറി ഉണ്ടാവും അല്ലേ? 3 മണിക്ക് കയറിയതാണ്. 5:45 കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ വേറൊരു സാധനം കാണിച്ചത്. ആ പുറത്ത് കാണുന്നത് കണ്ടോ, വെളിച്ചം. അത് രാവിലെ ആയതിന്റെ ഒരു സൂചനയാണ്. ഞങ്ങൾ ഉറങ്ങാൻ മറന്നുപോയോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ ഉറങ്ങാൻ മറന്നുപോയതാന്ന് തോന്നുന്നു. ഉറക്കം വരുന്നില്ല. രാത്രി എന്ന് പറഞ്ഞ സാധനം ഉറങ്ങേണ്ടതാന്നുള്ളത് ഞങ്ങളെല്ലാരും കണ്ടാലും അങ്ങനെയാണ്. രാത്രി ഉറങ്ങാനുള്ളതാന്നുള്ളത് ആർക്കും അറിയില്ല. എന്താറിയോ, കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ തൊര കയറിയിട്ട് ഉറക്കം വന്നിട്ടാണ് കിടന്നത് അല്ലേ? കണ്ണിങ്ങനെ ആയിട്ടാണ് കിടന്നത്. ആ ഉറക്കത്തോടെയാണ് കുറ്റം പറഞ്ഞോണ്ടിരുന്നത് അല്ലേ? ഇപ്പൊ ഈ ക്യാമറ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പഴും കുറ്റം പറഞ്ഞേനെ. സത്യം പറഞ്ഞ ഈ പരദൂഷണം എന്ന് പറയുമ്പോ എന്തൊരു സുഖമാണ്. മുഖം കണ്ട് തെളിഞ്ഞ് ചിരിച്ചിരിക്കുന്ന സൂപ്പർ. സത്യം പറഞ്ഞ പരദൂഷണം പറയുന്നത് ആണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഗാങ് ആയിട്ട് കൂടി നിൽക്കുക, എന്നിട്ട് കോമൺ ആയിട്ട് ഇഷ്ടമല്ലാത്ത ഒരാളെ അങ്ങോട്ട് എടുത്തിടുക, വലിച്ചങ്ങോട്ട് കീറുക. 1, 2, 3 ഒക്കെ ആവാം. അതനുസരിച്ച് സമയം ഇങ്ങനെ കൂടി പോകും. ചുമ്മാ പറയുന്നതാണ്. ഫ്രണ്ട്സ് എല്ലാവരും കൂടി കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാവുമായിരിക്കും. ഞങ്ങളങ്ങനെ ഇരുന്ന് കുറേ വിശേഷങ്ങൾ പറഞ്ഞ് സമയം പോകുന്ന അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ എന്താ പറഞ്ഞതെന്ന് തന്നെ ഓർമ്മയില്ല. ഞാനെന്തോ പറയാം, അതുകൾ പറയാന്ന് വെച്ചാൽ ഒരു ടോപ്പിക്ക് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്കായിട്ട് അറിയാമല്ലോ. ഫ്രണ്ട്സ് കൂടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. സോ ഇങ്ങനെ നമ്മുടെ ഡേ അങ്ങനെ എൻഡ് ചെയ്യായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് എ പ്രട്ടി ഗുഡ്, ലൈക്ക് എനിക്കങ്ങനെ പ്രട്ടി ഗുഡ് ഡേ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ കൂടുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ലൈക്ക് എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും ഉള്ളപ്പോൾ അതൊരു സന്തോഷമല്ലേ. അല്ലാതെ തീരെ മൂഡില്ലാത്ത ദിവസങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷെ സം ഡേയ്സ് ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ടും വരാറുണ്ട്. സോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ ഇന്ന്. ജസ്റ്റ് ഞാനൊരു ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് അറിയില്ല. അഗെയിൻ ഇതാരൊക്കെ കാണും എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കൊരു 10 പേര് കണ്ട അതന്നെ വലിയ കാര്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ യെസ്, ഉറങ്ങണോ? എണീറ്റ് ഡ്രസ്സ് മാറി പോവാ, അടുത്ത് പറഞ്ഞ സമയമില്ലേ?
നമുക്ക് കണ്ണൊക്കെ നോക്ക്. എന്താണിത്? നമുക്ക് സൂര്യ നമസ്കാരം ചെയ്തിട്ട് ദിവസം കൂടെ തുടങ്ങാം. അപ്പൊ ശരി, ഞങ്ങൾ എണീറ്റ് ചായ വെക്കട്ടെ കേട്ടോ. ശരി ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. അടുത്ത വ്ലോഗായിട്ട് വീണ്ടും കാണുന്നത് വരെ ലൈക്ക്, ഷെയർ, ബാക്കി സബ്സ്ക്രൈബ്. കുറ്റം പറയണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് ഞങ്ങൾ ലൈറ്റ് ഓഫ് ആക്കി ഒന്ന് കിടക്കാൻ ശ്രമിച്ചു നോക്കട്ടെ. ബൈ. മുഖമൊക്കെ കഴുകി ഒന്ന് ബൈ പറയോ? അത് പ്ലീസ്. ബൈ.